ഹായ്. ഹായ്. ഇതെന്ത് പറ്റി? ഭയങ്കര മൂഡ് ഓഫ്. ഒന്നും പറയണ്ട ചേച്ചി. ചെറിയ ഉണ്ണിക്ക് ഭയങ്കര ചുമ. 3 ദിവസമായി തുടങ്ങിയിട്ട്. ദേ ഇപ്പൊ പനിയും സ്റ്റാർട്ട് ചെയ്തു. എത്ര കോഫ് മെഡിസിനാ കൊടുത്തെന്നറിയോ? ഒരു പ്രയോജനമില്ല. വലിയ ഇൻഫെക്ഷൻ ആയിരിക്കും. എന്റെ മോൻ ഇതുപോലെ തന്നെയാ. 3 ദിവസം ചുമച്ചോണ്ടിരിക്കായിരുന്നു. ഒരു കോഫ് മെഡിസിനും വർക്ക് ചെയ്തില്ല. എന്നിട്ട് 4ാമത്തെ ദിവസം പനിച്ചു. ഡോക്ടറിന്റെ കൊണ്ടുപോയി ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ആ ഡോക്ടർ തന്ന പ്രിസ്ക്രിപ്ഷൻ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഞാൻ അത് തരാം. ആ ആന്റിബയോട്ടിക്സ് മേടിച്ചാണ്ട് കുട്ടിക്ക് കൊടുത്തേ. ഈ പനി ചുമയൊക്കെ അങ്ങോട്ട് വേഗം മാറും. ശരി, എന്നാ അങ്ങനെ ചെയ്യാം ചേച്ചി. നിങ്ങളെ പോലെ തന്നെ ഈ അബദ്ധം ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആന്റിബയോട്ടിക്സ് ഒരു ഡോക്ടറിന്റെ നിർദ്ദേശം കൂടാതെ ആരും തന്നെ കഴിക്കാൻ പാടില്ല. കുട്ടികളുടെ കാര്യം മാത്രമല്ല, മുതിർന്നവരും കഴിക്കാൻ പാടില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. WHO മനോരമ ന്യൂസിലും ഒക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അവയർനെസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആന്റിബയോട്ടിക്സിന്റെ ഓവർ യൂസ് നിർത്തണം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ പാറ്റയെ നമ്മൾ എങ്ങനെയാണ് കൊല്ലുന്നത്? ഓഫ്കോഴ്സ് പാറ്റ മരുന്നുകൊണ്ട് അല്ലേ? അത് എന്ത് ചോദ്യമാണല്ലേ? അപ്പൊ നമ്മൾ ഈ കൊതുകിന്റെ മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ എലി മരുന്ന് കൊണ്ടോ ഒന്നും അല്ലല്ലോ അതിനെ കൊല്ലുന്നത്. ചിലപ്പോൾ അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പാറ്റകളൊക്കെ ചാവും. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ എല്ലാവരും ചൂസ് ചെയ്യുന്നത് കോക്രോച്ച് കില്ലർ ആണ്. കോക്രോച്ച് കില്ലർ മെഡിസിൻസ് ആണ്. ഇപ്പൊ ഒരു ബ്രാൻഡിന്റെ ഒരു പാറ്റകളിനെ നമ്മൾ മേടിച്ചു. അത് യൂസ് ചെയ്ത് കുറച്ച് മാസം യൂസ് ചെയ്തപ്പോൾ പാറ്റകളെല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞാൽ പാറ്റകൾ വീണ്ടും തിരിച്ചു വരുന്നതായിട്ട് കാണാം. ഇതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ മരുന്ന് അടിക്കുമ്പോൾ എല്ലാ പാറ്റകളും ചാവുന്നില്ല. ചിലപ്പോൾ എങ്ങാനും നമ്മുടെ കഷ്ടകാലത്തിന് ഏതെങ്കിലും ഒരു പാറ്റ ചാവാതെ രക്ഷപ്പെട്ടെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന കുട്ടികളുണ്ടല്ലോ, അത് നമ്മുടെ ഈ പർട്ടിക്കുലർ ബ്രാൻഡിന്റെ കോക്രോച്ച് മെഡിസിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കോക്രോച്ചസ് ആയിരിക്കും. പിന്നെ നമ്മൾ ആ പാറ്റയെ കൊല്ലാനായിട്ട് വേറെ മരുന്ന് തേടി പോകേണ്ടി വരും. ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ ചുരുളി പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതേ അവസ്ഥ തന്നെയാണ് ആന്റിബയോട്ടിക്സിന്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് കുട്ടികൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ നമ്മുടെ ബോഡി റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബാക്ടീരിയ, അതുമൂലം ഉണ്ടാവുന്ന അസുഖങ്ങൾ, ഇൻഫെക്ഷൻ, ഇതിനൊക്കെ നശിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇത് വർദ്ധിക്കാതിരിക്കാനാണ് ഈ മെഡിസിൻസ് യൂസ് ചെയ്യുന്നത്, ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത്. ഇത് വൈറസുകൾക്ക് എഫക്റ്റ് ആവില്ല. ഏത് വൈറസും, ഈവൻ കൊറോണ വൈറസിനും ആന്റിബയോട്ടിക്സ് എഫക്റ്റീവേ അല്ല. അനാവശ്യമായിട്ട് ആന്റിബയോട്ടിക്സ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന്, നമ്മുടെ അസുഖം മാറില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് വേറെ അസുഖങ്ങൾ വരാനുള്ള ചാൻസസ്, റിസ്കുകൾ കൂടാൻ തുടങ്ങും. ആസ്തമ, അലർജീസ്, ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നമുക്ക് കൂടുതൽ റിസ്കുകൾ, നമ്മൾ ആക്ച്വലി എക്സ്പോസ്ഡ് ആവാണ്. സാധാരണ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഈ അസുഖങ്ങൾ വരാതിരിക്കാനും അത് തടയാനും നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള നല്ല ഗട്ട് ബാക്ടീരിയ ഒക്കെയാണ്. ഈ ആന്റിബയോട്ടിക്സ് അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഡിസ്ട്രോയ് ആയി പോവുകയാണ്. ആൻഡ് ഇവൻച്വലി നമ്മുടെ ശരീരം ആന്റിബയോട്ടിക്സിനോട് റെസിസ്റ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? എന്ത് മെഡിസിൻ കൊടുക്കും? എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് മെഡിസിൻ കൊടുത്താലാണ് ഈ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുക? ഇത്ര ആന്റിബയോട്ടിക്സ് ട്രൈ ചെയ്തിട്ടും വർക്ക് ചെയ്യുന്നില്ല. അത് മരണത്തിലേക്ക് വരെ നയിക്കാം. ഇത് സംഭവിക്കും എന്നല്ല പറയുന്നത്, അത് ഓൾറെഡി സംഭവിച്ചു തുടങ്ങി. US-ലും അതുപോലെ തന്നെ ഇന്ത്യയിലും കേസുകൾ വരാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് വളരെ വൈഡ് ആയിട്ട് ഇതിനോട് അവയർനെസ് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ആന്റിബയോട്ടിക്സ് റെസിസ്റ്റൻസിനെ തടയാം? ഒന്ന്, സ്വയം ചികിത്സ നിർത്താം. നിങ്ങൾ ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അറിവുണ്ട്. അല്ലെങ്കിൽ സ്വയം ഫാർമസിയിൽ പോയിട്ട് ആന്റിബയോട്ടിക്സ് മരുന്ന് മേടിച്ച് കഴിക്കരുത് അസുഖം മാറാനായിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഡോക്ടേഴ്സ് ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നാൽ അത് പ്രോപ്പർ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണോ, പ്രോപ്പർ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണോ ആന്റിബയോട്ടിക്സ് കഴിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾ ഡോക്ടറോട് ചോദിക്കണം. നമുക്ക് മെഡിക്കൽ ഡിഗ്രി ഇല്ല, നമുക്ക് നമ്മുടെ ശരീരത്തിൽ അതിന് വൈറസ് ആണോ ബാക്ടീരിയ ആണോ എന്നൊന്നും അറിയാനായിട്ട് ഒരു അറിവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഡോക്ടറോട് ചോദിക്കുന്നത്. ബാക്ടീരിയ ആണോ, വൈറൽ ആണോ? നിങ്ങൾ അത് ഉറപ്പുവരുത്താം. ഡോക്ടർ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നുണ്ടോ, ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ, എക്സ്റേ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് അത്യാവശ്യമായിട്ടാണോ ഡോക്ടർ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിരിക്കുന്നത്? ചില ഡോക്ടേഴ്സ് വെറുതെ ആന്റിബയോട്ടിക്സ് എഴുതുന്നുണ്ട് ഫോർ നോ റീസൺ. ഈവൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാതെ വെറുതെ ആന്റിബയോട്ടിക്സ് എഴുതുന്നതുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ചോദിക്കണം ഡോക്ടറോട്, ഡോക്ടറെ ഇത് ബാക്ടീരിയ ആണോ, ഇത് വൈറലാണോ, എന്താണ്, കുട്ടിക്ക് ആന്റിബയോട്ടിക്സ് അത്യാവശ്യമായിട്ടാണോ കൊടുക്കുന്നത്? ഇസ് ഇറ്റ് വെരി ഇമ്പോർട്ടന്റ്? യു ഹാവ് ടു ക്വസ്റ്റ്യൻ ദ ഡോക്ടർ. എന്റെ മകന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 2-3 പ്രാവശ്യം എന്റെ കുഞ്ഞു മകന് ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക്സ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു, ടെസ്റ്റുകളും എക്സ്റേ ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷവും. അപ്പോൾ അത് നമുക്കറിയില്ലല്ലോ വൈറസ് ആണോ അല്ലേ. പിന്നെ വേറെ നല്ല ഡോക്ടറിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അല്ല, ഇത് വൈറലാണ്, അതുകൊണ്ടാണ് കുട്ടി ചുമ നിൽക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ഓരോ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് അവരോട് ഓരോ ചോദ്യങ്ങൾ ചെയ്ത് അവരെ വെറുപ്പിക്കരുത്. എല്ലാവരും വളരെ എന്താ പറയുക, പേടിയോടെയും ഫ്രസ്ട്രേഷനിലൂടെയാണ് OPയിൽ ഡോക്ടറിനെ കാണാനൊക്കെ ഹോസ്പിറ്റലിൽ എത്തുന്നത്.
പറയുന്നത്. നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. ടു ദ പോയിന്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അത്യാവശ്യമായിട്ടാണെന്ന് ചെയ്യുക, അത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കുക. ആന്റിബയോട്ടിക്സ് കൃത്യമായിട്ട് ഡോക്ടർ എല്ലാ എക്സാമിനേഷനും ചെയ്തിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് തരികയാണെങ്കിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് തെറ്റുകൂടാതെ ഫോളോ ചെയ്യാം. ഡോസേജ് കൂടാനോ കുറയാനോ പാടില്ല. അപ്പൊ അതുകൊണ്ട് മുടക്കം വരുത്താതെ ഒരു റിമൈൻഡർ ഒക്കെ വെച്ചിട്ട് കഴിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ചില ആൾക്കാർക്ക് ഒരു നിർബന്ധ ബുദ്ധിയുണ്ട്. ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ പറയും എനിക്കറിയാം എനിക്ക് എന്താ സുഖമാണെന്ന്, ജസ്റ്റ് എനിക്ക് ആ ആന്റിബയോട്ടിക്സ് തരൂ എന്ന് വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. ആന്റിബയോട്ടിക്സ് കൊണ്ട് തന്നെ നമുക്ക് അസുഖം മാറുള്ളൂ എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാട്ടോ. നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട്. ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു മരുന്നും കൂടാതെ അത് നമുക്ക് മാറ്റാനായിട്ട് പറ്റും.